ആദ്യം ചിക്കൻ്റെ ലെഗ് പീസ് എടുക്കുക, ടിപ്പ് ചെയ്യുക, അറ്റാക്ക്. ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ബ്രോസ്റ്റഡ് വീട്ടിലുണ്ടാക്കി നോക്കാം. സൺഫ്ലവർ ഓയിൽ, പെപ്പർ പൗഡർ, ഗരം മസാല, ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ആവശ്യത്തിന് ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യാം, ഒരു 2 ടീസ്പൂൺ. പുളിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ നാച്ചുറൽ വിനെഗർ കുറച്ച് ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മളൊരു 1.5 കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, സ്കിൻഡ് ചിക്കന്. ഇനി നമുക്ക് കോട്ടിങ്ങിനുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ മൈദ, അതുപോലെ തന്നെ അരിപ്പൊടി, കോൺഫ്ലവർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്യാം ആവശ്യത്തിന്. ചെറിയ ജീരകപ്പൊടി ഒരു ചെറിയ സ്പൂണിലെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും മിക്സ് ആവുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു കോട്ടിങ് ഉണ്ടാക്കിയത് 2 തവണയായിട്ട് നമുക്ക് ഇതിൽ മിക്സ് ചെയ്യണം, കാരണം ഒരു തിക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണിത്. കുക്കറിലാണ് നമ്മൾ ബ്രോസ്റ്റഡ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ചിക്കൻ ആഡ് ചെയ്യുക. ഒരേ വലിപ്പത്തിലുള്ള പീസുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടപ്പ് മൂടി വെച്ചിട്ട് 7 മിനിറ്റ്, അതായത് 3 + 4 7 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തുറന്നിട്ട് 3 മിനിറ്റും കൂട്ടി ടോട്ടൽ ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ പീസും, ചെറിയ പീസുകളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെരി സോഫ്റ്റ് ആണുള്ളത്. നമ്മുടെ ബ്രോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് ടൈം ഫോർ അറ്റാക്കിങ്.